കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ഫെങ്ഷുയി? നമ്മുടെ വാസ്തു പോലെ തന്നെയാണ് ഫെങ്ഷുയി. ഫെങ്ഷുയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചൈനീസ് വേർഡാണ്. ഇപ്പം നമ്മളിവിടെ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് പോലെയാണ് അവിടെ ഫെങ്ഷുയി എന്ന് പറയുന്നത്. ഫെങ് ഷുയി എന്ന് പറയുന്നത് രണ്ട് ചൈനീസ് വേർഡുകളാണ്. ഫെങ് എന്ന് വെച്ചാൽ കാറ്റെന്നും ഷുയി എന്ന് വെച്ചാൽ ജലം എന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ പലർക്കും ഫെങ്ഷുയി എന്ന് വെച്ചാൽ എന്താ അറിയത്തില്ല. നമ്മുടെ വാസ്തു നോക്കുന്നത് പോലെ ചൈനക്കാർ നോക്കുന്ന ഒരു രീതിയാണ് ഫെങ്ഷുയി എന്ന് പറയുന്നത്. രണ്ടും ഒരേ സംഭവം തന്നെയാണ്. ഇത് ഒന്ന് നമ്മുടെ ഭാരതത്തിന്റെ മെത്തേഡും മറ്റത് ചൈനയുടെ സയൻസും ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. ഇതിൽ ചില സ്ഥലത്ത് രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഇത് തങ്ങളിൽ ഉണ്ടും താനും. അപ്പോൾ എന്തായാലും നമുക്ക് ഫെങ്ഷുയെ പറ്റി പറയാം. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോണത് നമ്മളുടെ വീടിന്റെ പ്രധാന വാതിലിനെ കുറിച്ചാണ്. നമ്മളുടെ വീടിന്റെ പ്രധാന വാതിൽ തുറക്കുമ്പോഴത്തേക്കും തൊട്ട് ഫ്രണ്ടിൽ വലിയൊരു മതിൽ അല്ലെങ്കിൽ വേറൊരു വലിയൊരു കെട്ടിടമാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങിപ്പോയാലും തടസ്സങ്ങളായിരിക്കും. അവരുടെ ലൈഫിലേക്ക് നല്ല നല്ല സംഭവങ്ങളൊന്നും വരുന്നില്ല. എല്ലാത്തിലും ഒരു നെഗറ്റീവ് ഫീൽ ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ എന്തിനിറങ്ങിപ്പോയാലും തടസ്സങ്ങളും പ്രശ്നങ്ങളും ആയിരിക്കും. കാരണം ആ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കടന്നു വരാത്ത രീതിയിലാണ് ഈ വാളോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങോ നിൽക്കുന്നത്. പിന്നെ കുടുംബത്തിൽ പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കുടുംബനാഥയ്ക്ക് വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളും ഇത് സൃഷ്ടിക്കുന്നതായിരിക്കും. പിന്നെ തൊഴിൽ തടസ്സം, പിന്നെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, അങ്ങനെ ആ കുടുംബത്തിൽ മൊത്തത്തിലൊരു മുന്നേറ്റമില്ലാതെ നിൽക്കുന്ന അവസ്ഥ. അവർ പൊതുവെ വിളിച്ചു പറയാറുണ്ട് വീട്ടിൽ എപ്പോഴും ഒരു നെഗറ്റീവ് അന്തരീക്ഷമാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, വീട്ടിൽ ചെന്ന് കയറാൻ പറ്റുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവർ പല രീതിയിലും നിങ്ങളത് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മറ്റൊരു ആളിൻ്റെ പിന്നെ മതിലാണത് അല്ലെങ്കിൽ മറ്റൊരാളുടെ ബിൽഡിംഗ് ആണ്, അതിൽ നമുക്ക് അവിടെ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ ഫെങ്ഷുയിൽ ചെയ്യാവുന്ന നല്ലൊരു റെമഡി ഉണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഒരു ഇൻഫിനിറ്റിയുടെ ചിത്രം, അത് നമ്മൾ ഇറങ്ങി പിന്നെ ഡോറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നേരെ ഓപ്പോസിറ്റ് ഉള്ള നമ്മളുടെ ആ മതിലാണോ അല്ലെങ്കിൽ അത് എന്താണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നല്ലൊരു ഇൻഫിനിറ്റിയുടെ ചിത്രം പിന്നെ അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലോക്കുകൾ നല്ലൊരു പരിധി വരെ മാറാനും നമുക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവാനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒരിതാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ അതേ കണക്കിന് നമ്മുടെ പ്രധാന വാതിലിന് സമീപത്ത് മറ്റെന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഒഴിവാക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. നെഗറ്റീവ് സംഭവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ചൂല്, ചെരുപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി നമ്മളെപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡോർ തുറന്നിറങ്ങുമ്പോൾ തൊട്ട് മുന്നിൽ തന്നെ വലിയൊരു തടസ്സം ആയിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻഫിനിറ്റായിട്ട് ചിത്രം എടുത്ത് അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്കത് സ്വയം അനുഭവിച്ചറിയാൻ പറ്റും. ഇത്തരത്തിൽ ആരെങ്കിലും ഭവനങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.